ഗുരുഭ്യോ നമഃ. ഓം ശ്രീ മഹാലക്ഷ്മ്യൈ നമഃ. ഓം ലക്ഷ്മീം ക്ഷീരസമുദ്രരാജതനയാം ശ്രീരംഗധാമേശ്വരീം ഭാസീഭൂതസമസ്തദേവനിതാം ലോകൈകദീവാങ്കുരാം ശ്രീമന്മന്തകടാക്ഷലബ്ധവിഭവബ്രഹ്മേന്ദ്രഗംഗാധരാം താം ത്രൈലോക്യകുടുംബിനീം സരസിജാം വന്ദേ മുകുന്ദപ്രിയാം. ഓം. എല്ലാവർക്കും നമസ്കാരം. കനകധാരാ സ്തോത്രത്തിൻ്റെ 19ാമത്തെ ശ്ലോകമാണ് നമ്മളിവിടെ ശ്രദ്ധിക്കാൻ പോകുന്നത്. കനകധാരാ സ്തോത്രത്തിലെ 19ാമത്തെ ശ്ലോകത്തിൽ അമ്മയെ ഏറ്റവും അനുയോജ്യമാകുന്ന രീതിയിൽ അഭിക്ഷിപ്തമായ മഹാരാജരാജേശ്വരിയായിട്ട് അഭിഷേകത്തോടു കൂടി അമ്മയെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് 19ാം ശ്ലോകത്തിൽ കാണാൻ സാധിക്കും. കഴിഞ്ഞ ശ്ലോകത്തിലെ ത്രിഭുവനഭൂതികരിയാണ് അമ്മ, അല്ലെ? ത്രിഭുവനങ്ങളുടെയും ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്ന രാജരാജേശ്വരിയായ അമ്മ എന്നിൽ പ്രസാദിക്കണമേ എന്ന് പറഞ്ഞു വയ്ക്കുന്നു. തുടർന്ന് ആ ജഗദീശ്വരി മഹാലക്ഷ്മി ഉദ്ഭവിച്ചപ്പോൾ അമ്മയ്ക്ക് അഭിഷേകാദികൾ കൊണ്ടും അമ്മയെ എല്ലാവരും ആരാധിച്ച കാര്യങ്ങളും ശ്ലോകത്തിൽ പറയുന്നു. അങ്ങനെയുള്ള അമ്മയെ ആരാധിക്കുന്നു എന്ന രീതിയാണ്. അമ്മ ലോകാധിനാഥയാണ്, രാജരാജേശ്വരിയാണ്, ചക്രവർത്തിനിയായ മഹാലക്ഷ്മിയുടെ ആരാധനയെയാണ് ഈ ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നത്. അതിലൊരു പ്രാർത്ഥനയുമുണ്ട്. അപ്പോൾ ഈ ശ്ലോകം എങ്ങനെ ചൊല്ലണമെന്നും ശ്ലോകത്തിൻ്റെ സാരവും നമുക്ക് ഈ വോയിസിൽ കേൾക്കാം. ഓം ദിഗ്ഹസ്തിഭി കനകകുംഭമുഖാവസൃഷ്ട സ്വർവാഹിനി വിമലചാരുജലാപ്ലുതാംഗീ പ്രാതർനമാമി ജഗതാം ജനനീമശേഷലോകാധിനാഥ ഗൃഹിണീം അമൃതാബ്ധിപുത്രീം. ദിഗ്ഹസ്തിഭി കനകകുംഭമുഖാവസൃഷ്ട സ്വർവാഹിനി വിമലചാരുജലാപ്ലുതാംഗീ പ്രാതർനമാമി ജഗതാം ജനനീമശേഷലോകാധിനാഥ ഗൃഹിണീം അമൃതാബ്ധിപുത്രീം. ദിഗ്ഹസ്തിബി, ദിഗ്ഗജങ്ങളാൽ. അപ്പം ദിഗ്ഹസ്തിബി അത് ഒരുമിച്ച് വരുമ്പോൾ ഘ എന്നൊരു ശബ്ദമാണ്, ഘടികാരത്തിൻ്റെ ശബ്ദം. അപ്പൊ ദിഗ്ഹസ്തിബി, ദിഗ്ഹസ്തിബി കനകകുംഭമുഖാവസൃഷ്ട സ്വർവാഹിനി വിമലചാരുജലാപ്ലുതാംഗീം പ്രാതർനമാമി, പ്രാതർനമാമി ജഗതാം ജനനീമശേഷലോകാധിനാഥ, ലോകാധിനാഥ ഗൃഹിണീം അമൃതാബ്ധിപുത്രീം, ലോകാധിനാഥ ഗൃഹിണീം അമൃതാബ്ധിപുത്രീം. ദിഗ്ഹസ്തിഭി, ദിഗ്ഹസ്തിഭി കനകകുംഭമുഖാവസൃഷ്ട സ്വർവാഹിനി വിമലചാരുജലാപ്ലുതാംഗീം പ്രാതർനമാമി ജഗതാം ജനനീമശേഷലോകാധിനാഥ ഗൃഹിണീം അമൃതാബ്ധിപുത്രീം, ലോകാധിനാഥ ഗൃഹിണീം അമൃതാബ്ധിപുത്രീം. ദിഗ്ഹസ്തിഭി കനകകുംഭമുഖാവസൃഷ്ട സ്വർവാഹിനി വിമലചാരുജലാപ്ലുതാംഗീം ദിഗ്ഹസ്തിഭി കനകകുംഭമുഖാവസൃഷ്ട സ്വർവാഹിനി വിമലചാരുജലാപ്ലുതാംഗീം പ്രാതർനമാമി ജഗതാം ജനനീമശേഷലോകാധിനാഥ, ലോകാധിനാഥ ഗൃഹിണീം അമൃതാബ്ധിപുത്രീം. ലോകാധിനാഥ, ലോകാധിനാഥ ഗൃഹിണീം അമൃതാബ്ധിപുത്രീം. ശ്ലോകം ഇങ്ങനെയാണ്. ഈ ചരണങ്ങളൊക്കെ ശ്രദ്ധിച്ച് ശ്ലോകം ചൊല്ലുക. ശ്ലോകത്തിൻ്റെ സാരം നമുക്ക് നോക്കാം. അഷ്ടദിക്കുകൾ വഹിക്കുന്ന ഗജവീരന്മാർ സ്വർവാഹിനിയായ ജലം കൊണ്ട്, സ്വർവാഹിനി സ്വർഗത്തിലെ ഗംഗാജലം കൊണ്ട് അമ്മയെ അഭിഷേകം ചെയ്യുന്നു. അമൃതാബ്ധിപുത്രിയായ ദേവി മന്ദരപർവ്വതം കടയുന്ന സമയത്ത് സമുദ്രത്തിൽ നിന്നും അമൃതക്കടലിൽ നിന്നും ഉദ്ഭവിച്ച് വരുമ്പോൾ, അമൃതക്കടലിൽ നിന്നും അമ്മ ഉദ്ഭവിച്ച് മുകളിൽ ഇങ്ങനെ വരുമ്പോൾ
ആ ജഗദീശ്വരിയെ ദിഗ്ഗജങ്ങൾ സ്വർവാഹിനി സ്വർഗത്തിലെ ജലം കൊണ്ട് അമ്മയെ അഭിഷേകം ചെയ്യുന്നു എന്ന് പറയുന്നു. അങ്ങനെ ആ അത്രയും മനോഹരമായ സ്വർവാഹിനിയായ ഗംഗാജലം കൊണ്ട് സ്നാനം ചെയ്യപ്പെട്ട സർവലോകൈകനാഥം, അതും എന്താ, ആ ദിഗ്ഗജങ്ങൾ സ്വർണകലശത്തിലാണ് സ്വർവാഹിനിയായ ഗംഗയെ കൊണ്ട് ആ കലശത്തിൽ നിറച്ച് ഗജലക്ഷ്മി ഒരു ഭാവം നമുക്ക് ഈ ശ്ലോകത്തിൽ കാണാൻ സാധിക്കും. അമ്മയെ അഭിഷേകം ചെയ്യുന്ന സങ്കല്പത്തിലാണ് ഗജലക്ഷ്മി ഭാവം ഉള്ളത്. അപ്പോൾ ഈ 8 ദിക്കുകളിലെയും ദിഗ്ഗജങ്ങൾ വന്ന് സ്വർണക്കലശത്തിൽ സ്വർവാഹിനിയായ ഗംഗയെ നിറച്ചുകൊണ്ട് അമ്മയെ അഭിഷേകം ചെയ്യപ്പെട്ടു. ആ അഭിഷേകം ചെയ്യപ്പെട്ട ആ ജഗദീശ്വരി സർവലോകനാഥയും പാലാഴിയിൽ നിന്നും വന്നതുകൊണ്ട് അമൃതാബ്ധിപുത്രിയും, പാലാഴിയിൽ നിന്നും ജന്മമെടുത്തത് കൊണ്ട് അമ്മയെ അമൃതാബ്ധിപുത്രിയും എന്ന് പറയുന്നു. അങ്ങനെയുള്ള ജഗന്മാതാവ് ലോകാധിനാഥ ഗൃഹിണിയും, ലോകാധിനാഥനാകുന്ന സാക്ഷാത് നാരായണന്റെ ഗൃഹിണി, നാരായണന്റെ പത്നി, ഭാര്യയായിരിക്കുന്ന, നാരായണന്റെ ശക്തിയായിരിക്കുന്ന ജഗദീശ്വരി അമ്മയെ ഞാൻ അമ്മയെ പ്രഭാതത്തിൽ നമസ്കരിക്കുന്നു. മഹാലക്ഷ്മി സ്തോത്രങ്ങൾ ചൊല്ലാൻ ഏറ്റവും അനുയോജ്യമായ സമയം, പ്രത്യേകിച്ച് കനകധാര പ്രഭാതത്തിൽ തന്നെയാണ് ചൊല്ലേണ്ടത്. ഏറ്റവും നല്ലത്, വൈശിഷ്ട്യമുള്ളത് പ്രഭാതത്തിൽ മഹാലക്ഷ്മിയെ സ്തുതിച്ചാൽ ഐശ്വര്യം നല്ല രീതിയിൽ വരുമെന്നാണ് അനുഭവസ്ഥരൊക്കെ പറയുന്നത്. പ്രഭാതം ശുഭമുഹൂർത്തത്തിൽ ഒരു 5 മണിക്ക് 6 മണിക്ക് ഇടയിലൊക്കെ, അല്ലെങ്കിൽ 7 മണിക്ക് മുമ്പായിട്ടെങ്കിലും ഈ കനകധാരാ സ്തോത്രം ജപിക്കുമ്പോൾ അതിന് പ്രത്യേകമായൊരു ഐശ്വര്യം അതിലുണ്ടാവും. അപ്പോൾ പ്രഭാതത്തിൽ ജഗദീശ്വരയെ പ്രാർത്ഥിക്കുക എന്നാണ് ഈ കനകധാരാ സ്തോത്രത്തിലെ 19ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ദിഗ്ഗജങ്ങളാൽ നമസ്കരിക്കപ്പെടുന്ന സ്വർണകലശത്തിൽ സ്വർവാഹിനിയായ ഗംഗയെ നിറച്ചുകൊണ്ട് ആ കലശം കൊണ്ട് അമ്മയെ അഭിഷേകം ചെയ്യുന്നതായി കണ്ട്, അഭിഷേകത്തിൽ അമ്മ ഇങ്ങനെ ആനന്ദത്തോടുകൂടി അത്രയും പ്രകാശസ്വരൂപമായിരിക്കുന്നതായി കണ്ട് അമ്മയെ ധ്യാനിച്ച് ഈ ശ്ലോകം ചൊല്ലുമ്പോൾ അതിൻ്റേതായ ഒരു ഐശ്വര്യം നിങ്ങൾക്കുണ്ടാകും. അപ്പം ഇതാണ് 19ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. നമുക്ക് അടുത്ത ശ്ലോകം അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം. മഹാദേവിയേ നമഃ. ഓം തത്സത്.